തുടരുമ്പോൾ ജി ശ്രീജിത്ത് വീണ്ടും നമുക്കിപ്പോൾ ചേരുന്നു. ശ്രീജിത്ത്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചില നീക്കുപോക്കുകൾ സ്വാഭാവികമാണ്. ശത്രുക്കളില്ലാത്ത ഒരു കാലഘട്ടമാണല്ലോ തെരഞ്ഞെടുപ്പ് രംഗം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തത്വം പൊതുവിൽ പാലിക്കേണ്ടതുണ്ട്. പിന്തുണ ഏത് വഴിക്കും വരട്ടെ എന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ യു ഡി എഫിൻ്റെ ഒരു പരമ്പരാഗത ശൈലിക്ക് വിരുദ്ധമായി UDF സ്വീകരിക്കുന്ന ഒരു തീരുമാനമുണ്ട്. അത് അൻവറുമായി സഹകരണം വേണ്ട എന്നതാണ്. അത് തീർച്ചയായും ഭാവി മുന്നിൽ കണ്ടുള്ള നീക്കം കൂടിയായിട്ടാണ് കരുതുന്നത്. എന്തായാലും അൻവറിനെ ഒരുപക്ഷെ നേരിയ ചില അനുനയം ഒക്കെ വരുത്തി തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ സഹകരിപ്പിച്ചേക്കാം എന്നൊരു തോന്നൽ UDF നേതാക്കൾക്കുണ്ടോ? കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ ഒരു വികാരം പങ്കുവയ്ക്കുന്നുണ്ടോ? സജിത്ത്, ഈ ഇന്നലെയൊക്കെയും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമൊക്കെയും അൻവർ നടത്തുന്ന ഈ പ്രഖ്യാപനങ്ങളിൽ UDF നേതാക്കൾക്കിടയിൽ കടുത്ത ആശങ്കയുണ്ട്, ആശയക്കുഴപ്പമുണ്ട്. അൻവറിനെ ചേർത്ത് നിർത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു വലിയ ആഗ്രഹം നേതാക്കൾ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ഇന്നലെയൊക്കെ എടുത്ത ഇവരുടെ തീരുമാനമുണ്ടല്ലോ, ഈ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ എടുത്ത തീരുമാനം, അതിന് പിന്നാലെ പ്രതികരണം നടത്തിയ ഈ നേതാക്കൾ, ഇപ്പോൾ മലപ്പുറത്തെ നേതാക്കൾ AP അനിൽകുമാർ ആയിക്കോട്ടെ, ആര്യാടൻ ഷൗക്കത്ത് ആയിക്കോട്ടെ, VS ജോയി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ കാര്യം സംസ്ഥാന UDF തീരുമാനിക്കുമെന്ന് അവർ പറഞ്ഞൊഴിഞ്ഞു മാറുന്നു. രണ്ടാമത്തെ കാര്യം, ഈ അൻവർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന കടുത്ത നിലപാടാണ്. ഒരു ചെറിയ നിലപാടല്ല. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ശേഷവും കോൺഗ്രസിന്റെ മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി നിൽക്കുന്ന AP അനിൽകുമാർ പറയുന്നത്, സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിൽക്കുന്ന അനിൽകുമാർ പറയുന്ന അൻവർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന അതിശക്തമായ നിലപാട് തന്നെയാണ്. അതായത് ആ നിലപാടിലുണ്ട് അൻവറിന് വഴങ്ങാൻ പാടില്ല എന്നൊരു സന്ദേശം അതിലുണ്ട്. അതായത് ഇനി വഴങ്ങിക്കഴിഞ്ഞാൽ ഇന്നലെ എടുത്ത തീരുമാനത്തിന്റെ പോലും അതൊരു തിരിച്ചടിയായി മാറും ഫലത്തിൽ. അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, അണികൾക്കിടയിൽ, UDF മുന്നണിക്കിടയിലൊക്കെ അത് പലതരത്തിലുള്ള ചർച്ചകൾക്കും ഇടവരുത്തും. ഇതൊരു പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത് അൻവറിന് ഇപ്പോൾ വഴങ്ങിയാൽ അതൊരു കീഴ്വഴക്കമായി മാറും എന്നുള്ളതാണ്. സൈത്ത് നമ്മളെ എടുത്തു കാണേണ്ടത്, അൻവർ സൈത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ചത് UDFന്റെ ഒരു ശൈലിയെ കുറിച്ചാണ്. ആ UDF ശൈലി കുറച്ചു കാലമായി പല കാര്യത്തിലും മാറിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് 3 ഉപതെരഞ്ഞെടുപ്പുകൾ വന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഏറ്റവും നോമിനേഷന് തൊട്ട് മുൻപ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ചരിത്രമാണ് പല കാലങ്ങളിലും ഉണ്ടായിട്ടുള്ളതെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് നിമിഷങ്ങൾക്ക് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ചരിത്രത്തിലേക്ക്, പുതിയ ശൈലിയിലേക്ക് UDF എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത്, ഈ പറഞ്ഞതുപോലുള്ള സമ്മർദ്ദതന്ത്രങ്ങൾക്ക് PC ജോർജ് സമാനമായ സമ്മർദ്ദതന്ത്രം നടത്തിയപ്പോഴും അതിനും വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് അന്നും കോൺഗ്രസും UDFും ഒക്കെ എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അൻവർ കാണുന്ന ഒരു പക്ഷേ പഴയ കോൺഗ്രസോ പഴയ UDFന്റെ ശൈലിയോ ഒക്കെ ആയിരിക്കാം, അതുദ്ദേശിച്ചായിരിക്കാം അൻവർ ഇങ്ങനൊരു തന്ത്രങ്ങൾ പയറ്റുന്നത് എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. പക്ഷെ ആ തന്ത്രത്തിന് മുന്നിൽ UDF വീഴാനുള്ള സാധ്യത തുലോം കുറവാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. പക്ഷേ മലപ്പുറം ആയതുകൊണ്ട് തന്നെ ലീഗിന്റെ ഒക്കെ കൂടി അഭിപ്രായം കേട്ട ശേഷം അങ്ങനെ ഒരു സമവായത്തിലൂടെ, സമയമുണ്ട് UDFനെ സംബന്ധിച്ച്, 1-2 ദിവസത്തെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ തീരുമാനമെടുക്കാൻ തന്നെയായിരിക്കും കോൺഗ്രസും UDFും ലീഗും ഇതിനുള്ളിലെ വിവിധ കക്ഷികളും ഒക്കെയും തീരുമാനിക്കുക. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ UDFനെ അൻവർ മനസ്സിലാക്കിയ രീതിയിൽ മാറ്റമുണ്ടായതാണോ, അതല്ല അൻവറിനെ UDF മുന്നിൽ കണ്ടത് പിഴവ് പറ്റിയതാണ്? എന്തായാലും ആ ധാരണകളെല്ലാം പിഴയ്ക്കുന്നു എന്നതാണ് സാഹചര്യം. അൻവറുമായി ഒരു മുൻധാരണയില്ലാതെ, അൻവറുമായി ഒരു തെരഞ്ഞെടുപ്പ് ധാരണ വേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങില്ല. മുന്നണിയിൽ എടുത്തുകൊണ്ട് സഹകരണം വേണ്ട എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. പക്ഷേ അവസാന നിമിഷം ചില അനുനയങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കറിഞ്ഞുകൂടാ. എന്തായാലും അൻവറിന് ആ മണ്ഡലത്തിൽ ചില സ്വാധീനമൊക്കെ ഉണ്ട്. പക്ഷേ വലിയ വഴങ്ങം നടത്തിക്കൊണ്ട് സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള ആ വഴങ്ങിക്കൊടുക്കൽ വലിയ നഷ്ടമുണ്ടാക്കുമെന്ന വിലയിരുത്തൽ തന്നെ ഉണ്ടാകുന്നു. അങ്ങനെ PV അൻവറിന്റെ രാഷ്ട്രീയ സമ്മർദ്ദം വില കാണാതെ പോകുന്നു, അത് ഫലം കാണാതെ പോകുന്നു എന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം PV അൻവറിന്റെ പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അൻവർ തങ്ങളുടെ അനുനായികളെ കൊണ്ടാണ് പ്രതികരണങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു അൻവർ നടത്താൻ പോകുന്ന നീക്കം പ്രസക്തമാണ്. മുസ്ലിം ലീഗ് വിഷയത്തിലെടുക്കുന്ന നിലപാട് പ്രസക്തമാണ്. ഒരുപക്ഷെ ലീഗ് നേതൃത്വം കോൺഗ്രസിന് മുന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചേക്കുമോ എന്നത് പ്രസക്തമാണ്. UDFൽ ചർച്ചകൾ തുടരുകയാണ്. അത്തരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. ശ്രീജിത്ത്, നമുക്ക് അവസാനിപ്പിക്കാൻ മുന്നിൽ PK കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോവുകയാണ് PV അൻവർ. അവസാന ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ അങ്ങോട്ടേക്ക് പോയി കണ്ട് സമയം ചോദിച്ച് കാണുന്നതിന് പിന്നിലൂടെ അൻവർ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ടാവാം. കുഞ്ഞാലിക്കുട്ടി ഒരു സമ്മർദ്ദം കോൺഗ്രസിന് മുന്നിൽ ഉയർത്താൻ സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസ് വഴങ്ങുമോ? എന്താ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്?
സജിത്ത്, കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ രീതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിലും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് അത് പരിഹരിക്കുന്ന ആളായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി ഉയർന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം KM മാണിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടനില നിന്നുകൊണ്ട് അതിനിടയ്ക്ക് നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് UDF ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും നിർണായകമായ റോള് വഹിച്ചിട്ടുള്ള ആളാണ് PK കുഞ്ഞാലിക്കുട്ടി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷവും അൻവർ നടത്തുന്ന ഈ നാടകങ്ങളോട് ലീഗിന്റെ നിലപാട് എന്ത് എന്നുള്ളത് തന്നെയായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാൾ കോൺഗ്രസിന് മുന്നിൽ അൻവറിന് വേണ്ടി സമ്മർദ്ദം ഉണ്ടാക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വരികയാണ്. കാരണം ഇതിന്റെ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മലപ്പുറം ജില്ലയിലും ഒക്കെ ചേർന്ന് നിന്നുണ്ടാകുന്നതാണ്. ഒരുപക്ഷെ അൻവറിന് മറ്റൊരു സീറ്റ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ നിലമ്പൂർ പിന്നെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അൻവറിന് കൊടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. മറ്റേതെങ്കിലും സീറ്റുകൾ ലക്ഷ്യമിടുമ്പോൾ അവിടെ ലീഗ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നീണ്ടു നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട ഇടതുപക്ഷം കൈവശം വെച്ചിരിക്കുന്ന പല സീറ്റുകളും മലപ്പുറം ജില്ലയിലുണ്ട്. ഇപ്പോൾ താനൂർ പോലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റുകൾ, ആ സീറ്റുകളിലേക്കാണ് അൻവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ പ്രശ്നങ്ങളില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് സീറ്റ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ്. അതിനെല്ലാം അപ്പുറത്തേക്ക് ഇപ്പോൾ UDF കാണിക്കുന്ന ഒരു പരിധിവരെ, കോൺഗ്രസിനുള്ളിലെ പല പ്രശ്നങ്ങളും ഉണ്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, അത് നമുക്കറിയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് UDF ഒരു അപസ്വരം ഉണ്ടാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അൻവറിനെ പോലെ ഒരാളെ കൊണ്ടുവരികയും ഈ തെരഞ്ഞെടുപ്പാണെന്ന് പോലും നോക്കാതെ പല വിവാദങ്ങളും ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ ആകെ സമ്മർദ്ദത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരാളിനു വേണ്ടി PK കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അൻവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും അൻവർ സ്വയം ഡാമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് UDF ഡാമേജ് മാത്രമല്ല, അൻവർ സ്വയം ഒരു ഡാമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അൻവറിന്റെ ഒരു പ്രശ്നം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അൻവറിന് ഇനി പോകാനൊരു മുന്നണി ഏത് എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. BJPയിലേക്ക് പോയൊരു സാധ്യതയ്ക്ക് പരീക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ ഇപ്പോൾ കണക്കാക്കേണ്ടി വരും. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ UDFനും ഒരുപക്ഷെ ലീഗിനും കുഞ്ഞാലിക്കുട്ടി ഒരുപക്ഷെ നിർദ്ദേശിക്കുന്ന പ്രകാരം കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് അൻവർ വഴങ്ങാനുള്ള സാധ്യതയൊക്കെ നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല. കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിൽ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിൽ അൻവറിനോട് അടങ്ങാൻ പറയും എന്നതാണ് പ്രതീക്ഷിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നേതാക്കളോട് അങ്ങനൊരു അൻവറിന് വേണ്ടി വാദിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാൻ വയ്യ. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും UDFും കോൺഗ്രസും ഇക്കാര്യത്തിൽ അൻവറിനെതിരെ എടുത്ത നിലപാട്, അതിൽ സസ്പെൻസ് ഉണ്ടായിരുന്നു. ശ്രദ്ധേയമാണ് നീക്കം. എന്തായാലും അൻവർ ഇപ്പോൾ UDF സഹകരണത്തിന് വേണ്ടി, UDFിൽ പ്രവേശനത്തിന് വേണ്ടി പിന്നാലെ നടക്കുന്നു. കോൺഗ്രസിനും ലീഗിനും പിന്നാലെ എന്നതാണ് ചിത്രം. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ.